ബിജു, എന്തൊക്കെയാണ് കീരിക്കാടൻ ജോസിന്റെ സിനിമയിലെ കാര്യങ്ങളും മറ്റു വിവരങ്ങളും? 1989 കിരീടം എന്ന സിനിമ സിബി മലയിൽ സംവിധാനം ചെയ്ത ലോഹിതദാസ് തിരക്കഥ എഴുതിയ കിരീടം എന്ന സിനിമ പുറത്തു വന്നത്. ഈ സിനിമ അക്കാലത്തെ ഏറ്റവും വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റായിട്ട് അറിയപ്പെടുന്ന സിനിമയാണ് കിരീടം. ഇപ്പോഴും ഇന്നും മലയാളികളുടെ മനസ്സിലുള്ള ഒരു മനോഹരമായൊരു സിനിമയാണ് കിരീടം. ആ സിനിമയിലൂടെയാണ് കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് മോഹൻരാജ് അറിയപ്പെടുന്നത്. ഒരു കഥാപാത്രത്തിലൂടെ കീരിക്കാടൻ ജോസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരല്ല, ആ കഥാപാത്രത്തിൻ്റെ പേരാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തിലൂടെയാണ് അറിയപ്പെട്ട അതുല്യനായൊരു നടനാണ് മോഹൻരാജ്. അദ്ദേഹം അതിനു മുമ്പ് ഒന്നോ രണ്ടോ സിനിമയിൽ വളരെ ചെറിയ വേഷത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. 1989 കിരീടം എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ ഇതിൽ സൂപ്പർ താരമായ മോഹൻലാലാണ് അതിലെ നടനെങ്കിലും അതിൻ്റെ പരസ്യ ചിത്രങ്ങളിൽ അതിൻ്റെ പരസ്യ ബോർഡുകളിലൊക്കെ കണ്ടിരുന്നത് ഒരു ഭയങ്കരനായൊരു വില്ലനെ അവതരിപ്പിക്കുന്നു എന്ന മട്ടിൽ 6 അടി ഉയരവും മുട്ടോളം കൈയും എത്തുന്ന തരത്തിലുള്ള മുറിച്ചാൽ മുറികൂടുന്ന കീരിക്കാടൻ ജോസ് എന്നൊക്കെയുള്ള പരസ്യവാചകങ്ങളിലൂടെ ആണ് അദ്ദേഹത്തെ ഈ കിരീടം എന്ന സിനിമയിൽ അവതരിപ്പിച്ചത്. നമ്മൾ ആ സിനിമയിൽ പിൽക്കാലത്ത് കണ്ടു ക്രൂരനായ ഒരു വില്ലനെ. മലയാള സിനിമയുടെ വില്ലൻ സങ്കല്പങ്ങൾ തന്നെ മാറ്റിമറിച്ച ഒരു കഥാപാത്രമായിരുന്നു കീരിക്കാടൻ ജോസ് ആയി അഭിനയിച്ച മോഹൻരാജിൻ്റേത്. അതുവരെ കണ്ട നമ്മുടെ വില്ലൻ സങ്കല്പങ്ങളിൽ നിന്ന് മാറി വേറൊരു തരം വില്ലനെ നമ്മൾ കാണുകയായിരുന്നു. നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഉള്ള ഒരു വില്ലൻ തന്നെയാണ് അതിൽ. ആ സിനിമ എല്ലാവരുടെയും മനസ്സിൽ കിരീടം എന്ന സിനിമ ഇപ്പോൾ എത്തുന്നുണ്ടാവും. മോഹൻരാജിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭയങ്കരമായ അഭിനയം നമ്മുടെയൊക്കെ മനസ്സിലുള്ളതാണ്. അദ്ദേഹം ഒരു സൈനികനായിരുന്നു. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അവിടെ നിന്ന് പോലീസിലും പട്ടാളത്തിലുമൊക്കെ അദ്ദേഹം ജോലി ചെയ്യുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് SI സെലക്ഷൻ ലഭിച്ചു. പോലീസിൽ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞ് വന്ന് SI സെലക്ഷൻ, പക്ഷേ ആ ജോലിക്ക് അദ്ദേഹം പോയില്ല. അങ്ങനെ ഒരു സൈന്യത്തിലും പോലീസിലും ഒക്കെ ജോലി ചെയ്ത് അങ്ങനെ ഒരു പെട്ടെന്നാണ് അദ്ദേഹം സിനിമയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആകാരത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ വലുപ്പവും ശരീര വലുപ്പവും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രൂപത്തിൽ തന്നെയുള്ള ചില പ്രത്യേകതകൾ കൂടി ചേർന്നപ്പോഴാണ് അദ്ദേഹത്തിലെ ഒരു വില്ലൻ കഥാപാത്രമായി മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത കഥാപാത്രങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചത്. നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ കിരീടത്തിന് ശേഷം മിമിക്സ് പരേഡ്, കാസർഗോഡ് കാദർബായി, രജപുത്രൻ എന്നീ സിനിമകളിലൊക്കെ അദ്ദേഹം അക്കാലത്തെ വില്ലൻ വേഷങ്ങളിൽ ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന വില്ലനായിരുന്നു മോഹൻരാജ്. സ്നേഹ മുത്തത്തി പറഞ്ഞതുപോലെ തന്നെ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ, താൻ അഭിനയിച്ച ഒരു കഥാപാത്രത്തിന്റെ പേരിൽ എന്നും അറിയപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ ആ കഥാപാത്രം മലയാളികൾ എത്രത്തോളം നെഞ്ചേറ്റിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, തമിഴ് സിനിമകളിലൂടെയാണ് ഇദ്ദേഹത്തിന് അരങ്ങേറ്റമെന്ന് മനസ്സിലാക്കുന്നു. തമിഴ്, തെലുങ്ക് സിനിമകളിൽ അങ്ങനെ മലയാളം അടക്കം 100ഓളം സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. മോഹൻരാജ് എന്ന പേരിനപ്പുറത്തേക്ക് മലയാളത്തിലെ എക്കാലവും മികച്ച സിനിമയിലെ മികച്ച വില്ലനായി തന്നെയായിരുന്നു, മികച്ച വില്ലൻ്റെ പേരുകളിലൂടെ തന്നെയായിരുന്നു മോഹൻരാജ് എന്ന അദ്ദേഹം കീരിക്കാടൻ ജോസായി മാറിയത്. അതെ, ഏതായാലും 180ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 180ഓളം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചു. 20ഓളം 180ഓളം സിനിമകളിൽ തമിഴിലും തെലുങ്കിലും, മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം സിനിമയിലേക്ക് വരണമെന്ന് അങ്ങനെ വലുതായി ആഗ്രഹിച്ച ഒരാളൊന്നും ആയിരുന്നില്ലെന്നാണ് അറിയാനായത്. ചെറിയ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആകാര പ്രത്യേകത കൊണ്ട് തന്നെ തമിഴിൽ 1-2 ചെറിയ വേഷങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. പിന്നീടാണ് ആ ഒരു പ്രത്യേകത കണ്ടിട്ടാണ് ഈ ഒരു വിചിത്ര സ്വഭാവമുള്ള, ഈ വിചിത്ര വീര്യമുള്ള ഈ വില്ലൻ വേഷത്തിലേക്ക് അദ്ദേഹം വരുന്നത്. അദ്ദേഹവും ആ സിനിമയിൽ ഇങ്ങനെ ഒരു കഥാപാത്രമായി വരുമെന്ന് അദ്ദേഹവും പ്രതീക്ഷിച്ചതല്ല. അദ്ദേഹവും ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നുണ്ട്. ചെറിയ ഒരു വേഷങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്ന ഒരു നടനായിരുന്നു ഈ കീരിക്കാടൻ ജോസിൻ്റെ വരവോട്. അതൊരു വല്ലാത്തൊരു വരവായിരുന്നു, ഗംഭീരമായ ഒരു വരവായിരുന്നു
ആ സിനിമ. പിന്നീട് തന്നെ ഈ കിരീടത്തിൻ്റെ രണ്ടാം ഭാഗമായ ചെങ്കോൽ വന്നു. അതിലും അധികം അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ഉണ്ടായി. ഏതാണ്ട് ഒരു 20 വർഷത്തോളം ഏതാണ്ട് 180ഓളം സിനിമകളിൽ തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമൊക്കെയായി തെന്നിന്ത്യൻ സിനിമയിൽ ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം തെന്നിന്ത്യൻ സിനിമാ ലോകത്തിൽ നിറഞ്ഞു നിന്ന ഒരു പേര് തന്നെയായിട്ട് അദ്ദേഹം മാറി.